സംസ്ഥാന കലോത്സവത്തിന് നാളെ തിരിതെളിയുകയാണ്. കലോത്സവത്തിനായി സംസ്ഥാന നഗരി പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് വൈകിട്ടോടെ സ്വർണ്ണക്കപ്പ് മുഖ്യവേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തും. റിനു ശ്രീധർ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും തത്സമയം ചേരുന്നു. റിനു, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും കലോത്സവത്തിൻ്റെ ആരവമാണ് ഇനി തലസ്ഥാന നഗരിയിൽ മുഴങ്ങി കേൾക്കാൻ പോകുന്നത്. വിനുവിൻ്റെ പിന്നിൽ വീണയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും കൗമാര കലോത്സവത്തിന് അരങ്ങുണരുമ്പോൾ തിരുവനന്തപുരം നഗരം അക്ഷരാർത്ഥത്തിൽ കലയിൽ ലയിക്കുമെന്നത് ഉറപ്പാണ്. എന്താണ് തലസ്ഥാന നഗരിയിൽ നിന്നുള്ള ഒരുക്കങ്ങളുടെ വിശേഷങ്ങൾ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. എന്തായാലും സംസ്ഥാന കൗമാര കലയുടെ താളവും മേളവും ഒക്കെ കൊട്ടിക്കയറാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണുള്ളത്. നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി കൗമാര കേളികൊട്ടിന് സമാരംഭമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഈ സംസ്ഥാന കലോത്സവത്തിൻ്റെ സ്വർണ്ണക്കപ്പ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി തിരുവനന്തപുരത്ത് എത്തും. സെൻട്രൽ സ്റ്റേഡിയം MT വാസുദേവൻ നായരുടെ പേരിലുള്ള പ്രധാന വേദിയിലേക്ക് എത്തുമെന്നുള്ളതാണ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് 25 വേദികളിലായി 249 ഇനങ്ങളാണ് മത്സരമിനമായി ഉള്ളത്. 15,000-ഓളം കുട്ടികൾ ഈ കൗമാര കലയ്ക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കുട്ടികൾക്കായി, അതായത് ഇവിടെ എത്തുന്ന കുട്ടികൾക്കായി 25 വേദിയിലും എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളും സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പും ഏറ്റെടുത്തിട്ടുണ്ട്, നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. ഒപ്പം ഈ പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഏകദേശം 1 ലക്ഷത്തോളം പേർക്ക് വന്നു പോകുവാനുള്ള എല്ലാ രീതിയിലുള്ള ക്രമീകരണങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. മീഡിയ പവലിയനുകളെല്ലാം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. നാളെ രാവിലെയോടുകൂടി മത്സരങ്ങളെല്ലാം തന്നെ ആരംഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം ഗതാഗത നിയന്ത്രണവും എല്ലാ രീതിയിലും നഗരത്തിൽ, അതായത് തിരുവനന്തപുരം നഗരമധ്യത്തിലാണ് കൗമാരകല ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലുള്ള യാത്രാ ക്രമീകരണങ്ങളും KSRTC ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എല്ലാ വേദികളിലും എത്തുന്നതിന് വേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം ഈ QR കോഡ് സംവിധാനത്തിലൂടെ എല്ലാ വേദികളിലും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേക കൗണ്ടറുകൾ ഇതിനു വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. പോലീസിന്റെ സുരക്ഷ എടുത്തു പറയേണ്ടുന്നതാണ്. പോലീസിന്റെയും മറ്റ് സുരക്ഷാ സംവിധാനങ്ങളുടെയും ഒക്കെ തന്നെ ഏറ്റവും ഒരു ഇടപെടൽ ഈ വേദികളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഒപ്പം ജഡ്ജസ്മാരെ നിരീക്ഷിക്കാൻ വിജിലൻസ് ഉൾപ്പെടെയുള്ളവരുടെ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ രീതിയിലും സംസ്ഥാന കലോത്സവത്തെ വരവേൽക്കുവാൻ അനന്തപുരി ഒരുങ്ങിക്കഴിഞ്ഞു. അരുൺകുമാർ, ഓക്കെ. റിനു, ഒരു പാട്ടൊക്കെ പാടണമെന്ന് തോന്നുന്നുണ്ടോ? പണ്ട് കലോത്സവ കാലത്ത് റിനു പ്രകടനമൊക്കെ നടത്തിയിട്ടുണ്ടോ സ്കൂളുകളിൽ? തീർച്ചയായും നമുക്ക് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ മികച്ച അഭിനേതാവായിരുന്നു. ഇങ്ങനെ ഒട്ടേറെ സർട്ടിഫിക്കറ്റുകളും ട്രോഫികളൊക്കെ വീട്ടിൽ ഇങ്ങനെ ഷെൽഫിലുണ്ട്. ഓക്കെ, അതൊക്കെ ഒരു വലിയ കാലം അല്ലേ, ഒരു സുന്ദരമായ കാലം. അപ്പം റിനു ഒരു മഹാനടൻ കൂടിയാണ് എന്നുള്ളത് പ്രേക്ഷകരെ അറിയിക്കട്ടെ. അദ്ദേഹം മൈക്കൊക്കെ പിടിച്ച് വളരെ പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ താരമാണ്. അദ്ദേഹം ഒരു നടൻ കൂടിയാണ് റിനു എന്നുള്ളത്. അപ്പോൾ എന്തായാലും നാടകോത്സവം കാണാനൊരു പ്രത്യേക താല്പര്യം ഉണ്ടാവും റിനുവിന്. തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഇനങ്ങളിൽ ഒന്നാണ് നാടകമെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു പ്രധാന വേദിയിലാണെന്ന് തോന്നുന്നു നാടകം. എന്തായാലും കലോത്സവത്തിലെ എല്ലാ മത്സര ഇനങ്ങളും കാണാൻ ആഗ്രഹമുണ്ട്. മത്സര ഇനങ്ങൾ എത്തുന്ന കുട്ടികളെ കാണുമ്പോഴൊക്കെ തന്നെ നമ്മുടെ ആ പഴയ ഓർമ്മകളിലേക്ക് എത്തുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. എന്തായാലും കേളികൊട്ടിന് അല്ലെങ്കിൽ ഈ കലാകൊട്ടിനെ നമ്മൾ കാത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിൻ്റെ കൗമാര കലോത്സവത്തിന്, കൗമാരപൂരത്തിന്, അനന്തപൂരത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നാളെ തിരിതെളിയുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തലസ്ഥാന നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി എല്ലാ കണ്ണുകളും തലസ്ഥാന നഗരിയിലേക്കായിരിക്കും. റിപ്പോർട്ടറിൻ്റെ ഒരു വൻ പട തന്നെ തിരുവനന്തപുരത്ത് ഇറങ്ങുന്നുണ്ട്. എല്ലാ കാഴ്ചകളും ദൃശ്യങ്ങളും വിസ്മയങ്ങളും പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് പകരാൻ റിപ്പോർട്ടർ വാർത്താ സംഘം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. കൗമാര കലോത്സവത്തിൻ്റെ ഓരോ തുടുപ്പുകളും പ്രേക്ഷകരിലേക്ക് റിപ്പോർട്ടർ TV എത്തിക്കും. മികച്ച കലാകാരന്മാരെ റിപ്പോർട്ടർ TV മികച്ച സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരും തയ്യാറെടുത്തോളൂ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കലോത്സവത്തിന് അനന്തപുരിയിൽ തുടക്കം കുറിക്കുകയാണ്.